6 വർഷത്തിലധികമായി ക്രൈസ്തവർക്കും പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയ്ക്കും ഞെരുക്കങ്ങൾക്കും പീഡനങ്ങൾക്കും പേരുകേട്ട സംഘർഷ ഭൂമികയായ സെൻട്രൽ അമേരിക്കൻ രാജ്യമായ നിക്കരാഗുവയിൽ നിന്ന് സന്തോഷ വാർത്ത. കഴിഞ്ഞ ശനിയാഴ്ച പന്തക്കുസ്ത ദിനാഘോഷ തലേന്ന് നിക്കരാഗുവയിൽ നിന്നും 8 പേർക്കാണ് ഡീക്കൻ പട്ടം കൊടുത്തത്. 2025 ജൂൺ 7 ശനിയാഴ്ച ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിലൊന്നായ പെന്തക്കുസ്ത ദിനത്തിന് തലേദിവസം വൈകുന്നേരമാണ് നിക്കരാഗയുടെ തലസ്ഥാനമായ മനാഗുവായിലെ ആർച്ച് ബിഷപ്പായ കർദിനാൾ ലിയോപോൾദോ ബ്രെനസ് 8 പേർക്ക് ഡീക്കൻ പട്ടം നൽകിയത്. ഡാനിയൽ ഒർട്ടേഗ ഭാര്യ റൊസാരിയോ മുറിലോയുടെ ഭരണത്തിൻ കീഴിൽ കത്തോലിക്കാ സഭയ്ക്കും വിശ്വാസികൾക്കുമെതിരായുള്ള പീഡനങ്ങളും സംഘർഷങ്ങളും ക്രമാതീതമായി വർദ്ധിച്ചു വന്നിരുന്ന സെൻട്രൽ അമേരിക്കൻ രാജ്യമായ നിക്കരാഗയിൽ നിന്നാണ് പ്രത്യാശ പകരുന്ന ഈ വാർത്ത വിശ്വാസികൾക്ക് ലഭിക്കുന്നത്. രാജ്യതലസ്ഥാനമായ മനാഗുവായിലെ കത്തീഡ്രൽ വെച്ചായിരുന്നു ഡീക്കൻ പട്ടം നൽകൽ ശുശ്രൂഷ നടന്നിരുന്നത്. 2024 കർശനപ്പെടുത്തിയ രാജ്യത്തിലെ കത്തോലിക്ക സഭയ്ക്കെതിരായുള്ള നിയമ നടപടികൾക്ക് അയവ് വരുത്തിക്കൊണ്ടാണ് 2025 ജൂൺ 7 ഡീക്കൻ പട്ടം കൊടുത്തത്. 200-ലധികം വൈദികരെയും സെമിനാരിയൻസിനെയും സന്യസ്തരെയും നിക്കരാഗയിൽ നിന്ന് നാടുകടത്തിയത് മൂലം ഗ്രാമങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലുമെല്ലാം കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതിനായുള്ള വൈദികരുടെ ലഭ്യതാക്കുറവ് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മാത്രമല്ല പല ഇടവകകളിലും വൈദികരില്ലാത്ത സ്ഥിതിയും ഇവിടെയുണ്ട്. 2025 ജാനുവരിയിലാണ് നിക്കരാഗയിലെ മാറ്റാഗാൽപ സെമിനാരിയിൽ നിന്ന് 30 സെമിനാരിയൻസിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയിരുന്നത്. ഇന്ന് ഏകദേശം 100-ലധികം വൈദിക വിദ്യാർത്ഥികൾ നിക്കരാഗയിലെ സെമിനാരിയിൽ ഫോർമേഷനിലുണ്ട്. ഒരുപക്ഷെ അമേരിക്കയിൽ നിന്നുള്ള പുതിയ മാർപ്പാപ്പ ലയോ 14 പാപ്പയുടെ വരവിനോടനുബന്ധിച്ചാകാം രാജ്യത്തിലെ കടുത്ത കത്തോലിക്ക നിലപാടിന് ഒർട്ടേഗ റൊസാരിയോ ഭരണകൂടം അയവ് വരുത്തിയതെന്ന് കരുതപ്പെടുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു. ലാറ്റിൻ അമേരിക്ക ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളിൽ ദൈവവിളി പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ വർഷങ്ങളായി ഒരു വൈദിക പട്ടം പോലും നടക്കാത്ത രൂപതകളുമുണ്ട്. ഓർഡിനേഷൻ സെറമണിയിൽ വെച്ച് മനാഗുവായിലെ ആർച്ച് ബിഷപ്പായ കർദിനാൾ ലിയോപോൾദോ ബ്രെനസ് സമൂഹത്തോട് ഇക്കാര്യങ്ങൾ പറയുകയുണ്ടായി. ദൈവം തരുന്ന ദാനങ്ങൾ സ്വീകരിക്കുവാൻ നാം വലവിരിക്കണമെന്ന് തുടങ്ങിയ കർദിനാളിന്റെ വാക്കുകൾ കത്തീഡ്രലിൽ തടിച്ചുകൂടിയ വിശ്വാസികൾക്ക് പ്രത്യാശ പകർന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.